അല്ല, എന്തായാലും അദ്ദേഹം ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഞങ്ങൾ അദ്ദേഹം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തോട് ബഹുമാനം കാണിച്ചിരുന്ന ആളുകളാണ്. വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്ന ആളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനവും ആദരവും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യം UDF അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ. ഞങ്ങൾ വിസ്മയങ്ങളുണ്ടാകും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇനിയും ഉണ്ടാവും വിസ്മയങ്ങൾ. ഇനിയും ഉണ്ടാവും എത്രയേ ഞാൻ പറയുള്ളൂ. ഞാൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ വിസ്മയം ഉണ്ടാവുന്നു. അപ്പം നിങ്ങൾ ചിരിച്ചു. ഇനിയും ഉണ്ടാവും. കാരണം അതിൻ്റെ ഒരു ട്രെൻഡ് പുതിയുഗ യാത്രയിൽ ഞങ്ങൾ കണ്ടതാണ്. 120-ലധികം സ്റ്റേജുകളിൽ ഞാൻ പങ്കെടുത്ത നിയോജകമണ്ഡലങ്ങൾ. ഒരു 100ഓളം സ്റ്റേജുകളിൽ CPM വിട്ട ആളുകൾ, ലോക്കൽ നേതാക്കൾ കോൺഗ്രസിലും മറ്റ് ഘടകകക്ഷികളിലും ചേരുകയാണ്. ഞാൻ തന്നെ എത്രയോ പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു. ഞങ്ങളൊക്കെ ഒരുപാട് ജാഥകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് CPMൽ നിന്ന് ഒരു ഇറോഷൻ, ഒരു ഒഴുക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് താഴെ തട്ടിൽ അത് ഭയങ്കരമായി ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പല സ്ഥലത്തും അറിയപ്പെടുന്ന ലോക്കൽ നേതാക്കളാണ് പാർട്ടി വിട്ട് വരുന്നത്. ഇതൊരു പുതിയ ട്രെൻഡാണ്. ആളുകൾക്ക് മതിയായി. ഇത് ഈ ഭരണത്തിൻ്റെ സൗകര്യവും അതിൻ്റെ മറ്റൊന്നും അനുഭവിക്കാത്ത സാധാരണക്കാരായ പാർട്ടിക്കാരാണ്. നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്, അറിയപ്പെടുന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകൾ പോവാണ് പാർട്ടിയിൽ നിന്ന്. ഇപ്പം പാലക്കാട് കണ്ടില്ലേ? പാലക്കാട് അവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് പാർട്ടിക്കാരല്ലേ? എത്ര പേരാണ് പോയത്? എത്ര ആളുകളാണ് പോയത്? പയ്യന്നൂരിൽ എന്താണ് സംഭവിച്ചത്? പയ്യന്നൂരിൽ കുഞ്ഞകൃഷ്ണൻ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ CPMന്റെ ഏറ്റവും വലിയ കോട്ടയായ പയ്യന്നൂരിൽ എന്തായിരുന്നു ജനങ്ങളുടെ പ്രതികരണം? പാർട്ടിക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളിത് എഴുതി വെച്ചോ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയാണ് കേരളത്തിലെ CPM. അതാണ് ഈ 10 വർഷത്തെ പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രം പാർട്ടിക്ക് കൊടുത്ത ഡാമേജാണ്. ജനറൽ സെക്രട്ടറി ആണെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുധാകരനെതിരെ ഒന്നും പറയാൻ തയ്യാറായില്ല. എല്ലാം നാളെ പാർട്ടി ചർച്ച ചെയ്യട്ടെ, അതിനുശേഷം പറയാവുന്നതാണ്. ഇനിയും ഒരു അനുനയ നീക്കമൊക്കെ നടക്കുന്നതിനുള്ള സാധ്യത. ഇത്രയും പരസ്യമായിട്ട് പറഞ്ഞിട്ട് എന്ത് അനുനയ നീക്കമാണ്? പാർട്ടിയുടെ നടപടികളെയും തെറ്റായ കാര്യങ്ങളെയാണ് ഒരു മുതിർന്ന നേതാവ് വിമർശിച്ചിട്ടുള്ളത്. അത് ഞാൻ അവർ പറയട്ടെ. അവർക്ക് അഭിപ്രായം, അവര് പല കാര്യത്തിലും അഭിപ്രായം പറയില്ലല്ലോ. ഗണേഷ് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ. അവളോടൊപ്പമാണോ അവനോടൊപ്പമാണോ മുഖ്യമന്ത്രി? അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം നിൽക്കുകയും ചെയ്യാണ്. യഥാർത്ഥത്തിൽ എന്തൊരു നിലപാടാണ്! ചന്ദ്രനിലേക്ക് പോവുക, തിരിച്ചും വരിക പറഞ്ഞാൽ കപ്പ് ഉയർത്തി ആ കപ്പ് ഉടഞ്ഞു പോയോ? മുഖ്യമന്ത്രി ഇനി ആ കപ്പുമായിട്ട് വരരുത്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആ കപ്പുമായിട്ട് ഇനി വരരുത്. ആ കപ്പുമായിട്ട് വന്നാൽ അദ്ദേഹം അപഹാസ്യനാവും. ഈ ഒരു വിഷയത്തിൽ CPMഉം മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താണ്? എത്ര ഗൗരവതരമായ ഒരു ആരോപണം വന്നിട്ടെടുത്ത നിങ്ങൾ നോക്കിക്കോ. അത് കോൺഗ്രസ് ഒക്കെ വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവും. ഒരു വിഷയം വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടും ഈ CPM എടുക്കുന്ന നിലപാടും. പണ്ട് ഇപ്പൊ കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞത്. കുടുംബ പ്രശ്നമാണ് പണ്ടുണ്ടായത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇദ്ദേഹം ഇരിക്കുമ്പോൾ അന്ന് ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ അല്ല പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഉമ്മൻചാണ്ടി രാജി ചോദിച്ചു വാങ്ങി. ഇപ്പോൾ ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അതേ കുടുംബ പ്രശ്നം എന്ന് പറയാണ്. എന്തൊരു ഇരട്ടത്താപ്പാണ്! എന്ത് പറയണേന്റെ മനസ്സിലായില്ലേ? എന്താ പറയാൻ മടിക്കാത്തത്? പറയാം, ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം. ഞങ്ങളിപ്പോൾ അതായത് പാർട്ടികളിലെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾ ഇൻഫോർമലായിട്ട് ഞങ്ങൾ എല്ലാവരും തമ്മിൽ ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും രാഷ്ട്രീയമായിട്ട് CPMനെതിരെ അദ്ദേഹം ഒരു പ്രതികരണം നടത്താൻ തയ്യാറായില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആകണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. പിണറായി മുഖ്യമന്ത്രിയാണെന്ന് എനിക്കെതിരല്ല. പുള്ളിയുടെ പ്രശ്നം എന്താണ്? പുള്ളി CPMനെ ബാധിച്ചിരിക്കുന്ന മൂല്യ തകർച്ചയാണ്. CPM നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. CPM നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര വലിയ നിലവാര തകർച്ചയും
പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും പോയിരിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മത്സരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനം. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഗൂഢാലോചന നടത്തിയിട്ടൊന്നുള്ള തീരുമാനമല്ലല്ലോ അത്. അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ പ്രതികരണം പറഞ്ഞു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് പറയാം. നമുക്ക് ഒറ്റയ്ക്ക് അല്ല, ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. പാർട്ടിയിൽ തീരുമാനം എടുക്കണം, ഞങ്ങൾ മുന്നണിയിലും നമ്മൾ തീരുമാനം എടുക്കണം. അല്ല, അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ തമ്മിൽ ഞങ്ങൾ സംസാരിക്കുമല്ലോ. നാച്ചുറൽ അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിൽ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കും. എല്ലാ ദിവസവും ഓരോ വിഷയം ഉണ്ടാകുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും രാവിലെ ഓരോ സംഭാവന. അപ്പം ഞങ്ങൾ രാവിലെ പാർട്ടി നേതാക്കൾ തമ്മിൽ ആലോചിക്കും. ഞങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ UDF നേതാക്കൾ തമ്മിൽ എല്ലാ ദിവസവും ഞങ്ങൾ ചർച്ച നടത്തും. ഇന്നും ചർച്ച നടത്തും. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളെപ്പോഴും ഓൺലൈനാണ്. അത് എൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഇപ്പോൾ ആണെങ്കിലും ഇതൊക്കെ ഇലക്ഷൻ നീണ്ടു പോകുന്ന അനിശ്ചിതത്വം വന്നുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയതാണ്. പിന്നെ യാത്രയായിരുന്നു. യാത്ര കഴിഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണായ ചർച്ചകൾക്കായി എനിക്കും മറ്റു നേതാക്കൾക്കും ഡൽഹിയിലേക്കും പോകേണ്ടി വന്നു. അപ്പോൾ ഫോണിൽ തീരാവുന്ന കാര്യങ്ങളായിരുന്നു. ലീഗായിട്ടുള്ളത് ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞു. അത് പ്രഖ്യാപിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അല്ല, അത് പ്രഖ്യാപിക്കുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റും. അല്ല, ഇപ്പം നമ്മൾ ഇപ്പം തന്നെ 30 പേരെ ചെയ്ത് അടുത്ത ഡോക്കറ്റ് 20 പേരുടെ റെഡിയാണ്. മറ്റത് ഞങ്ങൾ നാളെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ബാക്കി 30 പേരും കൂടി. പിന്നെ ഇലക്ഷൻ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 24 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പോൾ അത് ഡേറ്റ് നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ അത് വല്ല മെയ് ആദ്യവാരത്തിലേക്കാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ അതുകൊണ്ടാണല്ലോ 8-ാം തീയതി പ്രഖ്യാപിക്കാനിരുന്ന CPM അത് വൈകിച്ച്. സ്വാഭാവികമായിട്ട് അത് പറ്റും. അത് പാർട്ടി അവിടെ നിന്ന് എടുക്കേണ്ട തീരുമാനമാണ്. ഒരു പറഞ്ഞിട്ടില്ല ഒന്നും. ഇല്ല, അതെല്ലാം അവരെല്ലാം ഇല്ല. അതിനെക്കുറിച്ചൊന്നും അങ്ങനെ മാറുന്നതിനെ കുറിച്ച് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിൻ്റെ ഇടയിൽ അതങ്ങനെയാണല്ലോ. ഈ അവരുടെ കൂടെയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി പണ്ട് പറഞ്ഞ മാതിരി ഒന്നുകിൽ പെണ്ണ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ കളവ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ പറഞ്ഞ് നശിപ്പിച്ചോളയും. ഇതാണല്ലോ മെയിൻ പരിപാടി. ഏറ്റവും മെയിൻ പരിപാടി ഇതാണല്ലോ. അതായത് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പെടലി പിടിച്ച് KSUക്കാർ തിരിച്ചെന്നും കൈ പിടിച്ച് വലിച്ചു ഒടിച്ചുവെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നുണ പറയാമെന്ന്. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞില്ലേ? നിങ്ങളോട് പറയില്ലേ പെടലി പിടിച്ച് തിരിച്ചെന്ന്, പിന്നെ കൈ പിടിച്ച് ഒടിച്ചെന്ന് വീണ ജോർജിൻ്റെ KSUക്കാർ. അത് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ? പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധം ഉണ്ടായില്ലെന്ന്. പിറ്റേ ദിവസം മാറ്റി പറഞ്ഞില്ലേ? ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയപ്പോൾ പറഞ്ഞില്ലേ? ആരാ നുണ പറയുന്നത്? കൃത്യമായ നുണ പ്രചരിപ്പിക്കുന്ന ആരാ? CPM ആണ്. ഇപ്പോൾ പറഞ്ഞ രീതി നുണയല്ലേ? ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രചരണങ്ങളും നുണയാണ്, പച്ചക്കള്ളങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. മുഴുവൻ പ്രചരണങ്ങളും അത് നമ്മുടെ നിലവിലാണെന്നുള്ള അതിൻ്റെ വിരോധം മാത്രമേ നമുക്കുള്ളൂ.